ഇപ്പോൾ സമയം രാത്രി 8 മണിയായിരിക്കുന്നു. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അത്താഴം കഴിച്ചു കഴിഞ്ഞ് മൊബൈൽ ഫോണൊക്കെ നോക്കി വാർത്തയെല്ലാം കണ്ടതിന് ശേഷം ഉറങ്ങിയിട്ട് നാളെ നേരം വെളുത്ത് എഴുന്നേറ്റ് എങ്ങനെയാണ് ഓഫീസിൽ പോവുക എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. നാളെ സ്വകാര്യ ബസ് സമരമാണ് സംസ്ഥാനത്ത് എന്നുള്ള കാര്യം പലരും ഇപ്പോഴും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ ബസ് സമരം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിരിക്കുമോ? പൂർണ്ണമായിരിക്കും. കാരണം സംയുക്ത ബസ് തൊഴിലാളി സംഘടനകളുടേതായ സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ സ്വകാര്യ ബസ്സുകൾ ഓടില്ല. സ്വകാര്യ ബസ്സുകൾക്ക് പകരം നാളെ പ്രധാനപ്പെട്ട അത്യാവശ്യ യാത്രകളുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്യുക. KSRTC ബസ്സുകളെ ആശ്രയിക്കുക. KSRTC ബസ്സുകളുടെ സമയം അറിഞ്ഞു വയ്ക്കുക. മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക. കഴിയുമെങ്കിൽ നാളത്തെ പ്രധാനപ്പെട്ട യാത്രകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുക. നാളെ സ്വകാര്യ ബസ് പണിമുടക്കാണ്. ഇന്ന് രാത്രി തന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക. നാളത്തേക്ക് വേണ്ടി തീരുമാനം മാറ്റിവെക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോഴും പല ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നാളത്തെ സ്വകാര്യ ബസ് സമരം കഴിഞ്ഞാൽ മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക്, സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക്, അതിൽ ബസ് ഓടുമോ എന്ന് പലരും ചോദിക്കുന്നു. അന്നത്തെ ദിവസവും ബസ്സുകൾ ഓടാൻ സാധ്യത കുറവാണ്. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ശക്തമായിട്ടുള്ള പണിമുടക്കായിരിക്കും. അത് CITU ഉണ്ട്, INTUC ഉണ്ട്, അതടക്കമുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും നടത്തുന്ന സംയുക്തമായിട്ടുള്ള സമരമാണ്, പണിമുടക്കാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അത് പ്രബലമായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ നാളെ സ്വകാര്യ ബസ് സമരമാണ്. സ്വകാര്യ ബസ്സുകൾ ഓടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ മുറയ്ക്ക് നടക്കും. കടകൾ തുറക്കും, മറ്റു കാര്യങ്ങൾ, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും, KSRTC ബസ്സുകൾ ഓടും, ഓട്ടോറിക്ഷയോടും. മറ്റന്നാൾ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാവും. മറ്റന്നാൾ ഇതെല്ലാം അടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കടകൾ അടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ദേശീയ പണിമുടക്ക് മറ്റന്നാളാണ്. നാളെ സ്വകാര്യ ബസ് പണിമുടക്കാണ്. ഇപ്പോഴും പല പല ചോദ്യങ്ങൾ പലരും ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. കേരളത്തിൽ ബസ് ഓടുമോ എന്നുള്ള ചോദ്യങ്ങൾ, കടകൾ തുറക്കുമോ എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ സേവനങ്ങളെയാണ് ബാധിക്കുക എന്നടക്കമുള്ള പല ചോദ്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റന്നാൾ ജൂലൈ 9-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ പണിമുടക്കാണ്. അത് കേരളത്തിൽ സമ്പൂർണ്ണമാവാനാണ് സാധ്യതയുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് സമരം. കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സമരം. ആ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളുമെല്ലാം സംയുക്തമായിട്ടാണ് അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8-ാം തീയതി അർദ്ധരാത്രി ആരംഭിച്ച് 9-ാം തീയതി അർദ്ധരാത്രി വരെ തുടരുന്ന 24 മണിക്കൂർ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന സംഘടനകളുടെ പേര് വായിച്ചാൽ തന്നെ എത്രത്തോളം ശക്തമായിട്ടുള്ള സമരമായിരിക്കും നടക്കാൻ പോവുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. CITU ആണ് അതിൻ്റെ മുൻനിരയിലുള്ളത്. INTUC ഉണ്ട്, AITUC ഉണ്ട്, LPF ഉണ്ട്, UTUC ഉണ്ട്, HMS ഉണ്ട്, TUCI ഉണ്ട്, NLC ഉണ്ട്, TUCC ഉണ്ട്, JLU, NLU, KTUCS, KTUCM, INLC, ഇങ്ങനെ നിരവധി സംഘടനകൾ ഒരുമിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർക്കുക, ഈ മറ്റന്നാളത്തെ പണിമുടക്ക് ദിവസം തിരുവനന്തപുരത്തെ രാജ്ഭവന് മുന്നിലും അതേപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ നടക്കാൻ പോകുന്നുണ്ട്, പ്രകടനങ്ങൾ നടത്താൻ പോകുന്നുണ്ടോ എന്നൊക്കെ ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കേരളത്തെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ബാധിക്കും. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ സംഘടനകളെല്ലാം തന്നെ മറ്റന്നാളത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജനജീവിതം സ്തംഭിക്കാനാണ് സാധ്യതയുള്ളത്. അവശ്യ സർവീസുകൾ, അതേപോലെ പാൽ, പത്രവിതരണം എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ബസ്, ഓട്ടോറിക്ഷ, അതേപോലെ ടാക്സി സർവീസുകൾ, കടകൾ, ഇവയൊക്കെ സമരം കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അന്ന് വലിയ രീതിയിൽ തടസ്സപ്പെടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നാളെ സ്വകാര്യ ബസ് സമരമാണ്, മറ്റന്നാൾ ദേശീയ പണിമുടക്കാണ്. ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം.